Hello dears, welcome to EduSPED classes. I am Radhika. നമ്മുടെ വാല്യൂസ് ആൻഡ് പീസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ കോഴ്സിലെ 3rd യൂണിറ്റിന്റെ 2nd പാർട്ടാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അതായത് ഫസ്റ്റ് പാർട്ടിൽ, അതായത് 3rd യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് പീസ് എഡ്യൂക്കേഷൻ, ദാറ്റ് ഈസ് ദ ഹെഡിങ് ഓഫ് ദ 3rd യൂണിറ്റ്. സമാധാനപരമായിട്ടുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ സമാധാനം പുലർത്താനുള്ള വിദ്യാഭ്യാസം അത് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുക തന്നെ വേണം. എന്നാലാണ് ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ നമ്മുടെ സൊസൈറ്റിയിലും സ്കൂളിലും അതുപോലെ തന്നെ ഗ്ലോബലി, ദാറ്റ് ഈസ് ഇൻ ദ വേൾഡ് അല്ലെ, ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ അതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്, അതിന്റെ ഡെഫിനിഷൻസ് ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് നമ്മുടെ സൊസൈറ്റിയിലും സ്കൂളിലും ഒക്കെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ബെനിഫിറ്റ്സ് ഓഫ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ട്രെയിനിങ് reduces violence and bullying in schools. അല്ലെ, സ്കൂളിലുള്ള വയലൻസ് ഒക്കെ കുറയ്ക്കുന്നു, മറ്റുള്ളവരെ കളിയാക്കൽ കുറയ്ക്കുന്നു. helps children become less aggressive and more focused on studies. ഈ അഗ്രഷൻ ഒക്കെ, കുട്ടികളിലുള്ള അഗ്രഷൻ ഒക്കെ കുറച്ചിട്ട് അവര് കൂടുതൽ സ്റ്റഡി, അല്ലെ, സ്റ്റഡി പറഞ്ഞു വെച്ചാല് അവരുടെ മുഴുവൻ ഫോക്കസും വിദ്യാഭ്യാസത്തിലാവുന്നു. അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ടും നല്ല രീതിയിൽ അവർക്ക് പഠിക്കാൻ പറ്റുന്നു. Increases awareness of peaceful behavior among students and teachers. അങ്ങനെ അവർക്ക് എല്ലാവരോടും, ടീച്ചേഴ്സിനോടും സ്റ്റുഡൻസിനോടും ഫ്രണ്ട്സിനോടും ഒക്കെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ബിഹേവിയർ ഉണ്ടാവുന്നു. ക്രിയേറ്റ് സേഫർ ആൻഡ് മോർ ഫ്രണ്ട്ലി സ്കൂൾ എൻവയറൺമെന്റ്സ്. അല്ലെ, വളരെ സുരക്ഷിതവും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്കൂൾ അന്തരീക്ഷം ഉണ്ടാവുന്നു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ, ആ കുട്ടീനെ എന്താ പറയാ കൊന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് ഫ്രണ്ട്സ് കൂടിയിട്ട് 10th പഠിക്കുന്ന ഒരു കുട്ടീനെ അരീക്കോടുള്ള. അപ്പൊ ആലോചിച്ച് നോക്കി നോക്കുക, അപ്പൊ പാരന്റ്സിനൊക്കെ എന്ത് ടെൻഷനായിരിക്കും അല്ലെ, സ്കൂളിൽ കുട്ടികളെ വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ സേഫർ അറ്റ്മോസ്ഫിയറിന് വേണ്ടിയിട്ട് പീസ് എഡ്യൂക്കേഷൻ ഈസ് വെരി ഇസെൻഷ്യൽ. ആൻഡ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ട്രെയിനിങ് ഓൾസോ റെഡ്യൂസസ് അട്രാക്ഷൻ ടു ഗാങ്സ് ബൈ പ്രൊമോട്ടിംഗ് ഇൻക്ലൂഷൻ. അപ്പൊ നമ്മൾ എന്താണ് ഗ്യാങ്ങുകളായിട്ട് തിരിയാന്നുള്ള ഒരു ടെൻഡൻസി ഇല്ലാതെ, നമുക്ക് എങ്ങനെയാന്ന് അറിയില്ല, സ്കൂളിലും എവിടെ ചെന്നാലും ഈ ഗ്യാങ് ഉണ്ട്. മേ ബി കോഴ്സ് വൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം ക്ലാസ് വൈസ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പ്രോഗ്രാം വൈസ് ആയിരിക്കാം, അല്ലെ. ഇങ്ങനെയൊക്കെയുള്ള ഒരു തരത്തിലുള്ള ഒരു ഗാങ്സ്റ്റർ മെന്റാലിറ്റി നമ്മുടെ സ്റ്റുഡൻസിന്റെ ഇടയിലുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഇല്ലായ്മ ചെയ്യുക, എന്നാലാണ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഉണ്ടാവുള്ളൂ. ഡെമോക്രസി ഇൻ എഡ്യൂക്കേഷൻ. കോൺസെപ്റ്റ് ഓഫ് ഡെമോക്രസി. എന്താണ് ഈ ഡെമോക്രസി പറഞ്ഞു കഴിഞ്ഞാൽ? ഡെമോക്രസി മീൻസ് റൂൾ ബൈ ദ പീപ്പിൾ. ഓക്കെ, നമുക്കറിയുന്ന കാര്യമാണ്. പൊളിറ്റിക്കലി ഇറ്റ് സപ്പോർട്ട്സ് ഇക്വാലിറ്റി ആൻഡ് മെജോറിറ്റി റൂൾ. അതായത് മെജോറിറ്റി ജനസമ്മതനായിട്ടുള്ള ആളുകളാണ് ഭരിക്കുന്നത് ഡെമോക്രസിയിൽ, നമുക്കറിയുന്ന കാര്യമാണ്. ഇക്കണോമിക്കലി ഇറ്റ് എൻഷുർസ് ഫെയർനെസ് ആൻഡ് ഷെയർഡ് റിസോഴ്സസ്. ഇനി ഇക്കണോമിക്കലി, സാമ്പത്തികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഷെയർഡ് റിസോഴ്സസ്, അല്ലെ, അതായത് പൈസ ഉള്ളവരല്ല ഭരിക്കുന്നത്, അല്ലെ. അതായത് ഇപ്പൊ നിന്റെ പണം എന്റെ പണം എന്നില്ല, എല്ലാവരും ഈക്വൽ ആണ് അവിടെ. സോഷ്യലി ഇറ്റ് റിമൂവ്സ് ഡിവിഷൻസ് ലൈക്ക് കാസ്റ്റ്, റിലിജിയൻ ആൻഡ് വെൽത്ത്. അല്ലെ, പണത്തിന്റെ ബേസിസിലോ കാസ്റ്റിന്റെ ബേസിലോ റിലിജിയന്റെ ബേസിസിലോ ഉള്ള ഒരു വേർതിരിവും ഡെമോക്രസിയിലില്ല. ഫോക്കസസ് ഓൺ ഇൻഡിവിജ്വൽ ഡിഗ്നിറ്റി, കോപ്പറേഷൻ ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. ഓരോരുത്തരുടെയും ഡിഗ്നിറ്റി, അല്ലെ, ഓരോരുത്തർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുകൊണ്ട് എല്ലാവരും കോപ്പറേറ്റ് ചെയ്യണം, എന്നാലാണ് സോഷ്യൽ ജസ്റ്റിസ് ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ഡെമോക്രസി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മീനിങ് ഓഫ് ഡെമോക്രസി എഡ്യൂക്കേഷൻ. അപ്പൊ ഇതിന്റെ മീനിങ് എന്താണ്? എന്താണ് ഈ ഡെമോക്രസി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓപ്പോസസ് ഓട്ടോക്രാറ്റിക് മെത്തേഡ്സ് ഇൻ സ്കൂൾസ്. പണ്ടത്തെ ഫിലിമിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ പ്രിൻസിപ്പാൾ അങ്ങോട്ട് വന്നിട്ട് എല്ലാവരും തച്ചൊതുക്കുക. സോ ദിസ് ഇസ് നോട്ട് അറ്റ് ഓൾ എ റൈറ്റ് മെത്തേഡ്. aims to create active, responsible, democratic citizens. നമ്മൾ എന്താണ് സ്കൂളിലൂടെ കുട്ടികളെ ചെയ്യുന്നത്? ഒരു ഉത്തരവാദിത്തമുള്ള ജനാധിപത്യ പൗരന്മാരായിട്ട് കുട്ടികളെ മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനനുസരിച്ചാണ് അവരെ വളർത്തിയെടുക്കേണ്ടത്. ടീച്ചർ സ്റ്റുഡൻസ് ടു വാല്യൂ റൈറ്റ്സ്, ഡൈവേഴ്സിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഡെമോക്രസിയിൽ നമുക്കറിയാം, ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ കൺട്രി ഓഫ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഒരുപാട് ഡൈവേഴ്സിറ്റികൾ, അല്ലെ, അതായത് നാനാത്വങ്ങൾ ഉണ്ട് ഇന്ത്യയില്. അതുപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വലും ഡിഫറെന്റ് ആണ്. അവർക്ക് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം എന്ന് ആദ്യം തന്നെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. എൻകറേജസ് പാർട്ടിസിപ്പേഷൻ ഇൻ സൊസൈറ്റി ആൻഡ് ഡെമോക്രാറ്റിക് ലൈഫ്. അങ്ങനെ സൊസൈറ്റിയുടെ ഒരു ഭാഗമാവാനും ഡെമോക്രാറ്റിക് ലൈഫിന്റെ ഒരു ഭാഗമാകാനും ഒക്കെ അവരെ പ്രാപ്തരാക്കുക. അതാണ് ആസ് ടീച്ചേഴ്സ് നമ്മുടെ ഏറ്റവും വലിയ ഡ്യൂട്ടി. പ്രൊമോട്ട്സ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് റൂൾ ഓഫ് ലോ.
അതുപോലെ തന്നെ നമ്മുടെ നിയമങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നു, അല്ലെ? ഈ കാര്യങ്ങളൊക്കെ കുട്ടികളെ മനസ്സിലാക്കിപ്പിക്കുക. ഫീച്ചേഴ്സ് ഓഫ് ഡെമോക്രാറ്റിക് എഡ്യൂക്കേഷൻ എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ്? എഡ്യൂക്കേഷൻ ഈസ് യൂണിവേഴ്സൽ ആൻഡ് കമ്പൽസറി. നമുക്കറിയാം എല്ലാവർക്കും വിദ്യാഭ്യാസം, നിർബന്ധിത വിദ്യാഭ്യാസം ഉണ്ടെന്ന് ഇന്ത്യയിൽ. ഇറ്റ് ഈസ് ബ്രോഡ് ബേസ്ഡ് ആൻഡ് ഓപ്പൺ ടു ഓൾ. എല്ലാവർക്കും വിദ്യാഭ്യാസത്തിന്റെ, അതായത് സ്കൂളിന്റെ വാതിൽ തുറന്നാണ് ഇരിക്കുന്നത്. ചൈൽഡ് സെന്റേർഡ്, ഫോക്കസ് ഓൺ നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് സ്റ്റുഡൻസ്. നമുക്കറിയാം സബ്ജക്ട് സെന്റേർഡ് അല്ല, കുട്ടികളെ കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ വിദ്യാഭ്യാസം, അതിന്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കമ്മ്യൂണിറ്റി സെന്റേർഡ് ആണ്, സെർവ്സ് ലോക്കൽ നീഡ്സ് ആൻഡ് ഇഷ്യൂസ്. അപ്പോഴാണ് അവിടെ പീസ് എഡ്യൂക്കേഷൻ വരുന്നത്. കമ്മ്യൂണിറ്റിയിലേക്ക് നല്ലൊരു പൗരന്മാരെ ആയിട്ട് ഇവരെ വാർത്തെടുക്കണമെങ്കിൽ ദേ ഷുഡ് ഹാവ് പീസ് എഡ്യൂക്കേഷൻ. മറ്റുള്ളവരോടൊരു സഹവർത്തിത്വം, അല്ലെ, പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ഈ തരത്തിലുള്ള എഡ്യൂക്കേഷൻ കിട്ടിയിരിക്കണം. എഡ്യൂക്കേഷൻ ഇൻക്ലൂഡ്സ് ബോത്ത് സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ വാല്യൂസ്. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷനിൽ എന്തൊക്കെ വേണം? സ്പിരിച്വൽ, അതുപോലെ തന്നെ സ്പിരിച്വൽ ആസ്പെക്ട്സും വേണം, മെറ്റീരിയൽ ആസ്പെക്ട്സും എഡ്യൂക്കേഷനിലൂടെ നമ്മൾ കൊടുക്കണം. എന്ന് വെച്ചാൽ വല്ലാതെ സന്യാസിമാരാക്കി മാറ്റണം എന്നല്ല, പക്ഷെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫിന് വേണ്ടി നമ്മൾ നോൺ വയലന്റ് മെത്തേഡ് ഫോളോ ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് ദി എസെൻസ് ഓഫ് അവർ ഇന്ത്യൻ കമ്മ്യൂണിറ്റി. Then power is shared in school organization. Okay, so power dynamics is there in school. പക്ഷെ അത് ഒരിക്കലും എന്താണ് ഒരു അഗ്രഷൻ മനോഭാവത്തിലുള്ളതാവരുത്, ആൻഡ് നോട്ട് ഇൻ എ വയലന്റ് വേ. ടീച്ചേഴ്സ് വാല്യൂസ് ഓഫ് ഗുഡ് സിറ്റിസൺഷിപ്പ്, അല്ലെ? നമ്മളൊരു ഗുഡ് സിറ്റിസൺഷിപ്പ്, നല്ലൊരു സിറ്റിസൺ ആയിട്ട് മാറാൻ നമ്മൾ ശ്രമിക്കാം. പ്രിപ്പയർ സ്റ്റുഡൻസ് ഫോർ ലെയ്ജർ, യൂണിറ്റി ആൻഡ് ഗ്ലോബൽ അണ്ടർസ്റ്റാൻഡിങ്, അല്ലെ? നമ്മൾ മനസ്സിലാക്കുക യൂണിറ്റി അല്ലെങ്കിൽ ലെയ്ജർ. നമ്മൾ ഓക്കെ, നമുക്ക് എന്താ പറയാ ഫ്രീ ടൈം ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാം, പക്ഷെ നല്ല രീതിയിൽ. യൂണിറ്റിയുടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും സമത്വം അല്ലെങ്കിൽ എന്താ പറയാ ഏകത്വം, അല്ലെ? എല്ലാവരും തമ്മിലുള്ള ഒരു ഐക്യമത്യം ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരെ മനസ്സിലാക്കുക, ദാറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻക്ലൂഡ്സ് അഡൾട്ട് എഡ്യൂക്കേഷൻ ഫോർ ഓൾ ഏജസ്. നമുക്കറിയാം അഡൾട്ട് എഡ്യൂക്കേഷൻ ഇന്ന് ഇപ്പൊ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 60 വയസ്സായുള്ള ആൾക്കും എന്ത് എഴുതാം? 10th എക്സാം എഴുതാം. സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് ഇൻ സ്കൂൾ ലൈഫ് ത്രൂ അസോസിയേഷൻസ്, അല്ലെ? അതായത് മറ്റുള്ളവരുമായിട്ടൊരു സോഷ്യൽ, അല്ലെ? നമ്മൾ എപ്പോഴും പറയാറുണ്ട് സൊസൈറ്റിയുടെ ഒരു മൈക്രോകോസം ആണ് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ എല്ലാവരുമായിട്ട് അടുത്തിടപഴകാം. അല്ലാതെ ഞാൻ എൻ്റെ റിലിജനിലുള്ള ആളുകൾ മാത്രമായിട്ടാണ് സംസാരിക്കുള്ളൂ, ഇസ് ഇറ്റ് പീസ്ഫുൾ? അല്ലെ? ഒരിക്കലും ആവില്ല. അപ്പൊ എല്ലാവരുമായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ, അല്ലെ, അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ ഉണ്ടാക്കിയെടുക്കുക. കരിക്കുലം ഇൻക്ലൂഡ്സ് ഫുൾ എക്സ്പീരിയൻസസ്, നോട്ട് ജസ്റ്റ് ബുക്സ്, അല്ലെ? കരിക്കുലം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സിലബസോ ബുക്കോ മാത്രമല്ല, ഈ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഓൾ ടുഗെദർ എക്സ്പീരിയൻസ് ആണ് കരിക്കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻക്ലൂഡ്സ് ഗെയിംസ്, ഡിസ്കഷൻസ് ആൻഡ് ലൈഫ് സ്കിൽസ്, അല്ലെ? ടീച്ചിങ് മെത്തേഡ്സ് ആർ ഡെമോക്രാറ്റിക് ആൻഡ് വാരിഡ്. ടീച്ചേഴ്സ് റോൾ മോഡൽസ് ആണ് നമ്മൾ പറഞ്ഞു. അപ്പൊ ടീച്ചറും ഇതുപോലെ ഒരു ഡെമോക്രാറ്റിക് മെത്തേഡാണ് ക്ലാസ് റൂമിൽ ഫോളോ ചെയ്യേണ്ടത്. ആർക്കും പാർഷ്യാലിറ്റി ഉണ്ടെന്ന് കുട്ടികൾക്ക് തോന്നാൻ പാടില്ല. എംഫസിസ് ഓൺ കോപ്പറേഷൻ ആൻഡ് ഇൻഡിപെൻഡന്റ് തിങ്കിങ്, അല്ലെ? ഇൻഡിപെൻഡന്റ് തിങ്കിങ് പ്രൊമോട്ട് ചെയ്യുക, കുട്ടികൾക്കിടയിൽ സഹവർത്തിത്വം ഉണ്ടാക്കുക. ടീച്ചേഴ്സ് ആർ ഗൈഡ് ആൻഡ് ഫ്രണ്ട്സ്, നോട്ട് സ്ട്രിക്ട് റൂളേഴ്സ്, അല്ലെ? ഒറ്റക്കെടുത്ത് പേടിപ്പിച്ച് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഒക്കെ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആക്ച്വലി ടീച്ചേഴ്സ് ആർ ട്രൂ ഫ്രണ്ട്സ് ടു ദ സ്റ്റുഡൻസ്, അല്ലെ? അല്ലാതെ ഒരു മൊണാർക്കോ അല്ലെങ്കിൽ ഒരു ടൈറന്റോ ഒന്നുമല്ല. ടൈറന്റ് എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ എന്താണ്, ഒരു ഭയങ്കര സ്ട്രിക്റ്റ് ആയ ഒരു ഭരണാധികാരി ഒന്നും അല്ല ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ ഫീച്ചേഴ്സ് ഓഫ് ഡെമോക്രാറ്റിക് എഡ്യൂക്കേഷൻ കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ, നോക്കൂ. ടീച്ചേഴ്സ് ഹെൽപ്പ് ഇൻ സ്കൂൾ ഡിസിഷൻസ് ആൻഡ് കരിക്കുലം പ്ലാനിങ്. നമുക്കറിയാം ടീച്ചേഴ്സിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട് ഡിസിഷൻ മേക്കിംഗ് ഇൻ സ്കൂൾസ് ആൻഡ് കരിക്കുലം പ്ലാനിങ്. They have freedom in how they teach and research, അല്ലെ? എന്തൊക്കെ പഠിപ്പിക്കണം അല്ലെങ്കിൽ എന്താണ് എന്തൊക്കെ റിസർച്ച് ചെയ്യണം എന്നൊക്കെ ടീച്ചേഴ്സിന് തീരുമാനിക്കാൻ പറ്റും, ഏത് രീതിയിൽ പഠിപ്പിക്കണം. റെസ്പെക്ട് ആൻഡ് ഇക്വാലിറ്റി ഗൈഡ് റിലേഷൻസ് ഇൻ സ്കൂൾ. അതുപോലെ തന്നെ ഇക്വാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇക്വാലിറ്റി ഇല്ലാതെ ആകുമ്പോഴാണ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവാതിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു അവിടെ അടിയൊന്നും ഇല്ലെങ്കിലും ഒരു ഇക്വാലിറ്റി ഇല്ലെങ്കിൽ അവിടെ നെഗറ്റീവ് പീസ് ആണ് ഉണ്ടാവുന്നത്, പോസിറ്റീവ് പീസ് അല്ല. Everyone works together for better learning environment. അതുപോലെ എല്ലാവരും കൂടെ അധ്വാനിച്ചാൽ, എല്ലാവരും കൂടെ വർക്ക് ചെയ്താൽ മാത്രമാണ് ഒരു ബെറ്റർ ലേണിംഗ് എൻവയറൺമെന്റ് സ്കൂളിൽ ഉണ്ടാവുന്നുള്ളൂ. വാല്യൂസ് ലൈക്ക് ടോളറൻസ്, ടീം വർക്ക് ആൻഡ് മ്യൂച്വൽ റെസ്പെക്ട് ആർ സെൻട്രൽ. സഹവർത്തിത്വം, ക്ഷമ, ടീം വർക്ക്, അല്ലെ? ഇതൊക്കെ
സ്കൂളിൽ വേണം, എന്നാലാണ് അവർ സൊസൈറ്റിയിൽ പോയാലും ഈ വാല്യൂസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുള്ളൂ. എഡ്യൂക്കേഷൻ ഫോർ ഡെമോക്രസി, വേസ് ആൻഡ് മീൻസ്, അല്ലെ? ഡെമോക്രസിക്ക് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ എങ്ങനെയൊക്കെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക? റെസ്പെക്ട് ഈച്ച് ചൈൽഡ്സ് യുണീക്നെസ് ആൻഡ് ഡിഗ്നിറ്റി. ഓരോ ചൈൽഡും യുണീക്കാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ട്, എഫിഷ്യൻസീസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. യൂണിവേഴ്സൽ ചൈൽഡ് സെന്റേർഡ് ആൻഡ് ഡൈവേഴ്സ് കരിക്കുലം, അല്ലെ? അത് കരിക്കുലം ഡിസൈനേഴ്സ് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ രീതിയിലുള്ള ഒരു കരിക്കുലമാണ് അവർ ഡിസൈൻ ചെയ്യേണ്ടത്. ടീച്ച് ഗുഡ് ക്യാരക്ടർ യൂസിങ് റോൾ മോഡൽസ് ആൻഡ് ബയോഗ്രഫീസ്. അതുപോലെ തന്നെ നല്ല ആളുകളെ റോൾ മോഡൽസ് ഒക്കെ ആക്കിയെടുക്കുക. നല്ല ആളുകൾ ഇൻ ദ സെൻസ് ഇപ്പൊ ഗാന്ധിജി, അതുപോലെ തന്നെ പീസിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ആളുകൾ, അല്ലെ? അപ്പൊ അവരെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുക. ഓക്കെ, അപ്പൊ അവരെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുക, കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുക, അവരുടെ ബയോഗ്രഫീസ് ഒക്കെ പറഞ്ഞു കൊടുക്കുക കുട്ടികൾക്ക്. കുട്ടികൾക്ക് കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, നമുക്കറിയാം. ഓഫർ വൊക്കേഷണൽ ട്രെയിനിങ് ആൻഡ് പ്രാക്ടിക്കൽ സ്കിൽസ്. അങ്ങനെ കുട്ടികൾക്ക് വേണമെങ്കിൽ പ്രാക്ടിക്കൽ സ്കില്ലുകളും അതുപോലെ തന്നെ വൊക്കേഷണൽ ട്രെയിനിങ് ഒക്കെ സ്കൂളിൽ തന്നെ കൊടുക്കാവുന്ന. വൊക്കേഷണൽ മീൻസ് എന്തെങ്കിലും സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ. അപ്ലൈ ഡെമോക്രാറ്റിക് മെത്തേഡ്സ് ഇൻ ടീച്ചിങ് ആൻഡ് സ്കൂൾ മാനേജ്മെന്റ്. സ്കൂളും ഇതുപോലെ ഡെമോക്രാറ്റിക് ആയിരിക്കണം, അല്ലെങ്കിൽ കുട്ടികൾ അജിറ്റേറ്റഡ് ആവും, ഉറപ്പാണത്. ടീച്ചേഴ്സും ഓക്കെ. ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സിനോട് കുട്ടികൾ പ്രോബ്ലംസ് വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ കോളേജിലാണെന്നുണ്ടെങ്കിൽ APC പബ്ലിഷ് ചെയ്യുമ്പോൾ, ഇന്റേണൽ മാർക്ക് പബ്ലിഷ് ചെയ്യുമ്പോൾ, അല്ലെ? അപ്പൊ ഓന് കൊടുത്തു, മറ്റോന് കൊടുത്തു, എനിക്ക് തന്നില്ല. അതായത് ദേ ആർ ഒബ്സർവിങ് അസ്, അല്ലെ? പാർഷ്യാലിറ്റി അവർ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും. എഡ്യൂക്കേഷൻ ഇൻ ഡെമോക്രസി പ്രൊമോട്ട്സ് ഇക്വാലിറ്റി ആൻഡ് കോപ്പറേഷൻ, അല്ലെ? കോപ്പറേഷനും ഇക്വാലിറ്റിയും ഒക്കെ ഉണ്ടാക്കും. എൻകറേജസ് റെസ്പെക്ട്, ജസ്റ്റിസ് ആൻഡ് പീസ്ഫുൾ സൊല്യൂഷൻസ്. ഹെൽപ്പ് സ്റ്റുഡൻസ് ഷേപ്പ് ദംസെൽസ് ആൻഡ് സൊസൈറ്റി. ഒരു നാളെ ഒരു സൊസൈറ്റിയുടെ ഒരു ഭാഗമാവാണ്ട ആളുകളാണ്, അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു അഡാപ്റ്റേഷൻ അവർക്ക് വേണ്ടി വരും. വാല്യൂസ് ഇൻക്ലൂഡ് ടോളറൻസ്, മ്യൂച്വൽ റെസ്പെക്ട് ആൻഡ് ഫെയർനെസ്. അങ്ങനെ അവർക്ക് ഒരു സഹവർത്തിത്വവും മ്യൂച്വൽ റെസ്പെക്റ്റും ഒക്കെ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. നാളത്തെ പൗരന്മാരാണ്, അല്ലെ? എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് എ സ്ട്രോങ് ഡെമോക്രസി. അപ്പൊ അത് ടീച്ചേഴ്സ് മനസ്സിലാക്കണം. ആ ഒരു ടെൻഡൻസി, ആ ഒരു ട്രെൻഡ് കുട്ടികൾക്കും കൊണ്ടുവരണം. Then relationship among democracy, peace and education. Democracy helps people grow by giving equal access to education and opportunities. നമുക്കറിയാം എന്താണ് ഡെമോക്രസി പറഞ്ഞു കഴിഞ്ഞാൽ, സമൂഹത്തില് എല്ലാവർക്കും തുല്യ പങ്കാളിത്തം ഉണ്ടാവണം, അല്ലെ? എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണം. അതൊക്കെ സ്കൂളിലും ഉണ്ടാവണം, സ്കൂളിലും അത് നമ്മൾ പ്രാവർത്തികമാക്കണം. പീസ് ആൻഡ് ഡെമോക്രസി ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. വൺ കനോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് ദി അതർ. അതായത് പീസ്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഡെമോക്രസിയിൽ എപ്പോഴും പീസ് ഉണ്ടാവണം. ഓക്കെ, അല്ലെങ്കിൽ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഡെമോക്രസി ഉണ്ടായിരിക്കും. ഓക്കെ, എഡ്യൂക്കേഷൻ ഇസ് ദ ടൂൾ ദാറ്റ് മേക്സ് ഡെമോക്രസി വർക്ക് വെൽ. അപ്പോൾ എല്ലാവർക്കും എഡ്യൂക്കേഷൻ ഉണ്ടായി അവരുടെ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റിനെ പറ്റിയിട്ട് എല്ലാവർക്കും ഒരു അവയർനെസ് ഉണ്ടാവും. സോ ഇറ്റ് ഈസ് ഓൾസോ എ ബൂസ്റ്റ് ഫോർ ഡെമോക്രസി ഇൻ ഫ്യൂച്ചർ. ഡെമോക്രസി നീഡ്സ് വാല്യൂസ് ലൈക്ക് റെസ്പെക്ട്, ടോളറൻസ് ആൻഡ് കോപ്പറേഷൻ. അപ്പൊ നമുക്കറിയാം റെസ്പെക്ട്, ടോളറൻസ്, കോപ്പറേഷൻ ഇതെല്ലാം ഡെമോക്രസിക്ക് വേണം. എഡ്യൂക്കേഷൻ പ്ലാന്റ്സ് ഡെമോക്രാറ്റിക് വാല്യൂസ് ഇൻ പീപ്പിൾസ് ഹാർട്ട്സ് ആൻഡ് ആക്ഷൻസ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിലൂടെ ഈ ഡെമോക്രസിയുടെ വിത്ത് കുട്ടികളുടെ ഹൃദയത്തിലും അവരുടെ ആക്ഷൻസിലും ഒക്കെ കൊണ്ടുവരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ആസ് ടീച്ചേഴ്സ്. രാധാകൃഷ്ണൻ കമ്മീഷൻ സെഡ് എഡ്യൂക്കേഷൻ ബിൽഡ്സ് ഇക്വാലിറ്റി ഇൻ ഡെമോക്രസി, അല്ലെ? നമുക്കറിയാം എഡ്യൂക്കേഷനിലൂടെ നമുക്ക് ഡെമോക്രസിയിൽ ഇക്വാലിറ്റി കൊണ്ടുവരാൻ പറ്റും. വാട്ട് ആർ ഹ്യൂമൻ റൈറ്റ്സ്? എന്താണ് ഹ്യൂമൻ റൈറ്റ് പറഞ്ഞ? നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വേർഡാണ്, അല്ലെ? ഹ്യൂമൻ റൈറ്റ്സ് ആർ ബേസിക് റൈറ്റ്സ് എവറി പേഴ്സൺ ഷുഡ് ഹാവ്. എല്ലാവർക്കും ഉണ്ടാകേണ്ട ഒരു ബേസിക് റൈറ്റ്, ബേസിക് ആയിട്ടുള്ള അവകാശങ്ങളെയാണ് നമ്മൾ ഹ്യൂമൻ റൈറ്റ് എന്ന് പറയുന്നത്. ദീസ് റൈറ്റ്സ് ഇൻക്ലൂഡ് ഡിഗ്നിറ്റി, ഇക്വാലിറ്റി, ഫ്രീഡം ആൻഡ് ജസ്റ്റിസ്, അല്ലെ? ഡിഗ്നിറ്റി, ഇക്വാലിറ്റി, ഫ്രീഡം, ജസ്റ്റിസ് ഇതെല്ലാത്തിന്റെയും ഒരു ആകത്തുകയാണ് ഹ്യൂമൻ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദി യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നാണ് ഉണ്ടായത് 1948 കേട്ടോ. ഹ്യൂമൻ റൈറ്റ്സ് അപ്ലൈ ടു ഓൾ റിഗാർഡ്ലെസ് ഓഫ് കൺട്രി, റിലിജിയൻ ഓർ ബാക്ക്ഗ്രൗണ്ട്. അതായത് നമ്മുടെ ഏത് രാജ്യമാണെങ്കിലും, അല്ലെ, ഹ്യൂമൻ റൈറ്റ്സ് യൂണിവേഴ്സൽ ആണ്. റിലിജിയനിലായാലും അല്ലെങ്കിൽ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആരായാലും, വെദർ റിച്ച് ഓർ പുവർ, അല്ലെ, എല്ലാവർക്കും മനുഷ്യാവകാശമുണ്ട്. അത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. എന്തൊക്കെയാണ് ആ മനുഷ്യാവകാശങ്ങൾ? റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് റൈറ്റ് ടു ലിവ്, അല്ലെ? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, സംസാരിക്കാനുള്ള അവകാശം,
ജീവിക്കാനുള്ള അവകാശം. ഹ്യൂമൻ റൈറ്റ്സ് ആർ യൂണിവേഴ്സൽ, ഇൻഅലീനിയബിൾ ആൻഡ് ഇന്റർകണക്റ്റഡ്. അല്ലെ, എല്ലാവർക്കും ഒരുപോലെയാണ്. ഓക്കെ, അത് ഒരിക്കലും നമ്മൾ എന്താ പറയാ, അതിന് വെള്ളം ചേർക്കാൻ പറ്റില്ല, ഡയലൂട്ട് ചെയ്യാൻ പറ്റില്ല. അത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഹ്യൂമൻ റൈറ്റ്സ് ഡെഫിനിഷൻസ്. ഓക്കെ, ഹ്യൂമൻ റൈറ്റ്സ് ഇൻ എഡ്യൂക്കേഷന്റെ ഡെഫിനിഷൻ ആണ്. ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് പീപ്പിൾ. അപ്പൊ നമ്മൾ കുട്ടികളത് പറഞ്ഞ് മനസ്സിലാക്കണം, നമുക്കൊക്കെ ഈ ഒരു റൈറ്റ് ഉണ്ട് എന്നുള്ളത്. ടീച്ചേഴ്സ് പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഡിഫെൻഡ് ദെയർ റൈറ്റ്സ്. അല്ലെ, നമ്മുടെ അവകാശങ്ങളെ പറ്റിയിട്ട് അവർ ബോധവാന്മാരാകുന്നു, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ്. ഇറ്റ് ബിൽഡ് സ്കിൽസ്, നോളജ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ടു സപ്പോർട്ട് ദ ഹ്യൂമൻ ഡിഗ്നിറ്റി. അല്ലെ, ഹ്യൂമൻ ഡിഗ്നിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കില്ലും നോളജും ആറ്റിറ്റ്യൂഡും ഒക്കെ അവർ ഉണ്ടാക്കിയെടുക്കുന്നു. മീൻസ് കുട്ടികൾക്ക് അത് പഠിപ്പിക്കുമ്പോൾ. UN says HR ടീച്ചേഴ്സ്, അതായത് ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ, അതാണ് HR പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ടീച്ചേഴ്സ് ഹൗ ടു പ്രൊമോട്ട് ആൻഡ് അപ്ലൈ റൈറ്റ്സ് ഡെയിലി. അല്ലെ, നമുക്ക് എങ്ങനെയാണ് നമ്മുടെ അവകാശങ്ങളെ പറ്റിയിട്ടുള്ള ഒരു അവബോധം ഉണ്ടാകുന്നത്. ആംനസ്റ്റി ഇന്റർനാഷണൽ സേസ് HRE ബിൽഡ്സ് എംപതി ആൻഡ് റെസ്പെക്ട്. അല്ലെ, അവർക്കും അവകാശം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരോടൊരു എംപതിയും റെസ്പെക്ട് ഒക്കെ നമുക്ക് തോന്നും. നവി പിള്ളൈ said HRE helps identify and solve human rights issue. അങ്ങനെ നമുക്ക് എന്താണ്, ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂ ഒക്കെ സോൾവ് ചെയ്യാൻ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു അവബോധം ഉണ്ടായാൽ മതി. അവനും ആ റൈറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവന്റെ അധികാരത്തിലേക്ക് കൈകടത്തില്ല. ഓക്കെ, കൗൺസിൽ ഓഫ് യൂറോപ്പ് HRE അവർ പറയുന്നത് HRE empowers learners to build a human rights culture. അപ്പൊ ഹ്യൂമൻ റൈറ്റ്സ് കൾച്ചർ ഉണ്ടാക്കിയെടുക്കുന്നു, ആ ഒരു അവകാശത്തെ പറ്റി എല്ലാവരും ബോധവാന്മാരാക്കുന്നു. ഇതൊക്കെയാണ് ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റിയിട്ട് നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷനിൽ കൊണ്ടുവന്നാൽ ഉണ്ടാവുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് പറയുന്നത്. അതിന്റെ ഡെഫിനിഷൻസ് ആണ്. ദെൻ relationship among peace, democracy and human rights education. Human rights education and peace education support each other. അല്ലെ, കാരണം മറ്റുള്ളവരുടെ അവകാശങ്ങൾ നമ്മൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പീസ് എഡ്യൂക്കേഷനും അവിടെ ഉണ്ടാവുന്നു. രണ്ടും ഒന്ന് തന്നെയാണ്. പീസ് ഈസ് നീഡഡ് ടു എൻജോയ് ഹ്യൂമൻ റൈറ്റ്സ്. അല്ലെ, സമാധാനം ഉള്ള ഒരു സ്ഥലത്ത് മാത്രമാണ് ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ടാവുള്ളൂ. ഹ്യൂമൻ റൈറ്റ്സ് ബ്രിങ് പീസ്. എല്ലാവർക്കും അവകാശം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാകുന്നു. റൈറ്റ്സ് എഡ്യൂക്കേഷൻ മസ്റ്റ് ബി പാർട്ട് ഓഫ് എ ബിഗർ പീസ് സ്ട്രാറ്റജി. ഈ റൈറ്റ്സിനെ പറ്റിയിട്ടുള്ള ഒരു അവബോധം ആളുകൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ കാരണമാകുന്നു. Poorly delivered HRE, human rights education, in conflict areas can lead to more tension. അതായത് നമ്മൾ ഇതിനെ പകുതിയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. അതായത് നമ്മൾ പറയില്ലേ, എന്താ പറയാ, അല്പമായിട്ടുള്ള ബുദ്ധി ആളെ കൊല്ലും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പകുതിയാണ് അത് പറഞ്ഞ് മനസ്സിലാക്കുന്നത് എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് പ്രശ്നം വഷളാവുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഒരു അവബോധം മുഴുവനായിട്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കണം, എന്നാൽ അതിന്റെ ഇഫക്റ്റ് ഉണ്ടാവുള്ളൂ. അതർവൈസ് ഇറ്റ് വിൽ ലീഡ് ടു മോർ ടെൻഷൻ ആൻഡ് കോൺഫ്ലിക്ട്സ്. HRE includes conflict resolution and democracy training. ഇപ്പോ ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷനിൽ കോൺഫ്ലിക്ട് റെസൊല്യൂഷനും ഡെമോക്രസി ട്രെയിനിങ്ങും ഒക്കെ ഉൾപ്പെടുന്നു. ലോ ലൈക്ക് RTI, okay, 2005 and ideas from Dr. APJ Abdul Kalam promotes this link. അപ്പം ഇതാരാണ് പറഞ്ഞത് ഇങ്ങനെ ഇതൊക്കെ ഡെമോക്രസി ട്രെയിനിങ്ങും കോൺഫ്ലിക്ട് റെസൊല്യൂഷനും ഒക്കെ HREയിൽ കൊടുക്കണം? ഓക്കെ, APJ അബ്ദുൽ കലാം പ്രൊമോട്ട് ചെയ്തതാണ് ഈ കാര്യങ്ങൾ. Providing human rights education. Teach about documents like UDHR, Universal, okay, രീതിയിലല്ല, അതായത് ഹ്യൂമൻ റൈറ്റ് ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, അല്ലെ, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, ദാറ്റ് ഇസ് UDHR ആൻഡ് CRC ഇൻ ക്ലാസ് റൂം. അപ്പൊ ഇതിനെ പറ്റിയിട്ടൊക്കെ ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു അവബോധം ക്ലാസ് റൂമിൽ നമ്മൾ കൊടുക്കുക. ഹെൽപ്പ് സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡ് ദി ഇഫക്ട്സ് ഓഫ് റൈറ്റ് ബീയിങ് ഡിനൈഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അതാണ് ഓടിച്ച് പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ റൈറ്റ്സ്, അല്ലെ, അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നുണ്ടോ എന്നുള്ളത് അവർ മനസ്സിലാക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ ക്ലാസ് റൂമുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. എൻകറേജ് എംപതി ആൻഡ് കെയർ ഫോർ അതേഴ്സ് റൈറ്റ്സ്. മറ്റുള്ളവരുടെ അവകാശങ്ങളെ പറ്റിയിട്ട് ഒരു എംപതി ഉണ്ടാവുക.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ കെയർ ചെയ്യും. ലിങ്ക് റൈറ്റ്സ് വിത്ത് റെസ്പോൺസിബിലിറ്റീസ് ടു ആക്ട് വൈസ്ലി ആൻഡ് ഫെയർലി. അതുപോലെ തന്നെ നല്ല രീതിയിൽ പെരുമാറുക, ബുദ്ധിപൂർവമായിട്ട് പെരുമാറുക, നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഡിസ്കസ് റിയൽ ലൈഫ് ഇഷ്യൂസ് ദാറ്റ് എഫക്ട് ഹ്യൂമൻ ഡിഗ്നിറ്റി. അല്ലെ, റിയൽ ലൈഫ് ഇഷ്യൂ, അതായത് കുറേ പ്രോബ്ലംസ് ഉണ്ടാവും നമ്മുടെ ഹ്യൂമൻ ഡിഗ്നിറ്റിയെ ബാധിക്കുന്ന, അതിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻസ് ക്ലാസ് റൂമിൽ കൊണ്ടുവരിക. നമുക്കറിയാം ഇപ്പൊ ഈ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നത് ഒരു ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ആണ്. അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ക്ലാസ് റൂമിൽ. അപ്പൊ ആളുകൾക്ക് മനസ്സിലാവും, ഞാൻ എൻ്റെ ഒരു നിമിഷത്തെ ഒരു ഇമോഷണൽ ഇംബാലൻസ് കൊണ്ട് ഒരാളുടെ ഹ്യൂമൻ റൈറ്റ് ആണ് ഇല്ലാതെയാക്കുന്നത്, റൈറ്റ് ടു ലിവ് എന്നുള്ള ഒരു ക്ലോസ് ആണ് ഇല്ലാതെയാക്കുന്നത്, അല്ലെ. അപ്പൊ അവർക്ക് ആ ഒരു രീതിയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഫോക്കസ് ഓൺ ഹൗ ടു പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് ദി വൾണറബിൾ. എങ്ങനെയാണ് ഈ പാവങ്ങളുടെ അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ, അല്ലെ, ഇവരൊക്കെ ഉണ്ട്, അവരുടെ ഹ്യൂമൻ റൈറ്റ്സും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ, അല്ലെ, അവരൊക്കെ നമ്മൾ നമ്മുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവരണം. ദെൻ ടീച്ച് ഫ്രീഡം ഓഫ് തോട്ട്, ബിലീഫ് ആൻഡ് ജസ്റ്റിസ്. ചിന്തിക്കാനുള്ള അവകാശമൊക്കെ എല്ലാവർക്കും ഉണ്ട്, അല്ലെ. ഇഷ്ടപ്പെട്ട ദൈവത്തിൽ വിശ്വസിക്കാൻ, അല്ലെ, ഇതൊക്കെ എല്ലാവരുടെയും അവകാശമാണെന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക കുട്ടികൾക്ക്. എൻകറേജ് കെയർ ഫോർ ചിൽഡ്രൻ, വിമൻ, മൈനോറിറ്റീസ് ആൻഡ് ദ പുവർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാവപ്പെട്ടവരെയും കുട്ടികളെയും മൈനോറിറ്റീസിനെയും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യുക, കെയർ ചെയ്യാനായിട്ട് പഠിപ്പിക്കുക. അലോ സ്റ്റുഡൻസ് ടു റിഫ്ലക്ട് ഓൺ വാല്യൂസ് ഇൻ ദെയർ ലൈഫ്സ്. അല്ലെ, കുട്ടികളുടെ ജീവിതത്തിൽ ഈ മാനസിക മൂല്യങ്ങളൊക്കെ ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഹെൽപ്പ് സ്റ്റുഡൻസ് റെസ്പോണ്ട് ടു റൈറ്റ്സ് വയലേഷൻ പീസ്ഫുള്ളി. അതുപോലെ തന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും അവകാശങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ അതിനെതിരെ പോയിട്ട് അടി ഉണ്ടാക്കുകയല്ല, ഇൻ പീസ്ഫുൾ വേ അതെങ്ങനെ നേടിയെടുക്കാം. യൂസ് റിയൽ എക്സ്പീരിയൻസസ് ടു അണ്ടർസ്റ്റാൻഡ് ദി ഇമോഷൻസ് ആൻഡ് റിയാക്ഷൻസ്. അപ്പൊ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസിലൂടെ മനസ്സിലാവും, ഓക്കെ, എങ്ങനെയാണ് ഇമോഷൻസിന് അതുപോലെ തന്നെ ഈ റിയാക്ഷൻസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത്. എക്സ്പ്ലോർ കോസസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ, പോവർട്ടി, ഡിസ്ക്രിമിനേഷൻ, അല്ലെ, അപ്പൊ അതൊക്കെ ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ആണ്. അത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് നമുക്കറിയാം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം. ഇറ്റ് ഹെൽപ്സ് ബിൽഡ് പീസ്ഫുൾ ആൻഡ് ജസ്റ്റ് സൊസൈറ്റീസ്. നീതിപൂർവമായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ഒരു സൊസൈറ്റിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹ്യൂമൻ റൈറ്റ് എഡ്യൂക്കേഷൻ. എക്സ്ക്യൂസ് മീ. ഇറ്റ് ഗീവ്സ് പീപ്പിൾ ദ പവർ ടു നോ ആൻഡ് പ്രൊട്ടക്ട് ദെയർ റൈറ്റ്സ്. നമ്മുടെ അവകാശങ്ങളെ പറ്റിയിട്ട് അവർ ബോധവാന്മാരാകും, അത് പ്രൊട്ടക്ട് ചെയ്യാൻ അവർ ശ്രമിക്കുകയും ചെയ്യും. ഇറ്റ് പ്രൊമോട്ട്സ് പാർട്ടിസിപ്പേഷൻ ഇൻ ഡെമോക്രാറ്റിക് പ്രോസസ്സസ്. അങ്ങനെ നമ്മൾ ഡെമോക്രസീസിനെ പറ്റിയിട്ടൊക്കെ അവെയർ ആവും, അതിലൊരു ഭാഗഭാക്കാവാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇറ്റ് ടീച്ചസ് ഇൻക്ലൂഷൻ, എംപതി ആൻഡ് നോൺ ഡിസ്ക്രിമിനേഷൻ. ഇൻക്ലൂഷൻ അറിയാലോ, ഇൻക്ലൂഷൻ ഓഫ് ദി മാർജിനലൈസ്ഡ് ടു ദ മെയിൻ സ്ട്രീം. അതുപോലെ ഈ ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്ത എംപതി നിറഞ്ഞ ഒരു സമൂഹം ഉണ്ടാകുന്നു. ഇറ്റ് സപ്പോർട്ട്സ് ഫെയർനെസ് ഇൻ ജെൻഡർ, റേസ് ആൻഡ് റിലിജിയൻ. അല്ലെ, ജെൻഡർ ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവില്ല, റേസ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവില്ല, റിലിജിയൻ ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവില്ല. കാരണം through this kind of education we will understand that all these people are a part of this society, they do have human rights, അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാകുന്നു. In 2011 the UN asked all countries to promote HRA. അതുകൊണ്ട് ഹ്യൂമൻ റൈറ്റ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ യുണൈറ്റഡ് നേഷൻസ് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് in 2011. 10 key benefits of human rights education. എന്തൊക്കെ ബെനിഫിറ്റ് ആണ്? 10 എണ്ണമാണ് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ ക്ലെയിം ആൻഡ് പ്രൊട്ടക്ട് ദെയർ റൈറ്റ്സ്. അല്ലെ, നമുക്ക് നമ്മുടെ അവകാശങ്ങളെ പറ്റിയിട്ട് അറിഞ്ഞാലല്ലേ അത് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റൂ, ക്ലെയിം ചെയ്യാനൊക്കെ പറ്റൂ. ഇറ്റ് ടീച്ചസ് യങ് പീപ്പിൾ ടു റെസ്പെക്ട് ഓൾ ഫോംസ് ഓഫ് ഡൈവേഴ്സിറ്റി. നമ്മൾ മാത്രമല്ല ഈ ലോകത്തുള്ളത്, മറ്റു പലരും ഉണ്ട്, അവർക്കൊക്കെ നമ്മളെ പോലെ തന്നെ അവകാശങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു തോന്നല് അല്ലെങ്കിൽ ആ ഒരു അവബോധം കുട്ടികളിൽ ഉണ്ടാക്കുന്നു. ഇറ്റ് ഇൻക്ലൂഡ്സ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ലേണിംഗ് ഹിസ്റ്ററി. ഓക്കെ, അപ്പൊ ഹിസ്റ്ററിയിലുള്ള ഹ്യൂമൻ റൈറ്റ്, അല്ലെ, എന്തൊക്കെയാണെന്ന് അതും ഇതിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ വയലേഷൻസ് ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഇറ്റ് ഷോസ് ദ റൂട്ട് കോസ് ഓഫ് റൈറ്റ്സ് പ്രോബ്ലം ലൈക്ക് പോവർട്ടി. പോവർട്ടിയുടെ ഒക്കെ ഒരു കാരണം, അല്ലെ, അത് ഹ്യൂമൻ റൈറ്റ്, ഡിനയൽ ഓഫ് ഹ്യൂമൻ റൈറ്റ് ആണ്. ഇറ്റ് ബിൽഡ്സ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് അനാലിസിസ് സ്കിൽസ്. നമുക്ക് നല്ല നമ്മുടെ അവകാശങ്ങളെ പറ്റിയിട്ട് ബോധവാന്മാരായാൽ വി വിൽ ഓൾവേസ് ബി ക്രിട്ടിക്കലി തിങ്കിങ്, അല്ലെ. അപ്പൊ നമ്മൾ എപ്പോഴും അങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും, ക്രിട്ടിക്കൽ വിമർശനാത്മകമായിട്ടുള്ള ഒരു തിങ്കിങ് പവർ ഉണ്ടാകുന്നു.
ഇറ്റ് ബിൽഡ്സ് എംപതി ആൻഡ് ഗ്ലോബൽ യൂണിറ്റി. മറ്റുള്ളവരോട് ഒരു എംപതി ക്രിയേറ്റ് ചെയ്യുന്നു, അതിലൂടെ ഒരു ഗ്ലോബൽ, അല്ലെ, ലോകം മുഴുവൻ എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് നമ്മൾ പറയാൻ തുടങ്ങും. ഇറ്റ് മേക്സ് പീപ്പിൾ വാല്യൂ ഹ്യൂമൻ ഡിഗ്നിറ്റി ഡീപ്ലി. മറ്റുള്ളവരുടെ ഡിഗ്നിറ്റി, അവരുടെ അവകാശങ്ങൾ, അവരുടെ ആ ഒരു ഡിഗ്നിറ്റി നമ്മൾ വിലവെക്കുന്നു, അല്ലെങ്കിൽ അത് നമ്മൾ വാല്യൂ ചെയ്യുന്നു. ഇറ്റ് ഇൻസ്പയർസ് ആക്ഷൻ ഫോർ സോഷ്യൽ ജസ്റ്റിസ്, അല്ലെ, സോഷ്യൽ ജസ്റ്റിസ് ഉണ്ടാകാനായിട്ട്, സാമൂഹിക നീതി എല്ലാവർക്കും ഉറപ്പുവരുത്താൻ നമ്മൾ പിന്നെ ശ്രമിക്കും. കാരണം എല്ലാവർക്കും അവകാശം ഉണ്ട് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവുമ്പോൾ. ഇറ്റ് ഹെൽപ്സ് സപ്പോർട്ട് ഓണസ്റ്റ് ഓർഗനൈസേഷൻസ്. ഇങ്ങനെ ഓർഗനൈസേഷൻസ് ഒക്കെ, ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷൻസ് ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. ഇറ്റ് എൻകറേജസ് സിറ്റിസൻസ് ടു ഹോൾഡ് ഗവൺമെന്റ്സ് അക്കൗണ്ടബിൾ. അങ്ങനെ ഗവൺമെന്റിനെ നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങും, കാരണം അവർ ഹ്യൂമൻ റൈറ്റ്സ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ മാത്രം കേട്ടോ. ദെൻ എന്താണ് നമുക്ക് ഈ ചാപ്റ്ററിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിൽഡിംഗ് എ കൾച്ചർ ഓഫ് പീസ് ആൻഡ് റൈറ്റ്സ്. അതുണ്ടാക്കി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്കുണ്ടാകുന്നു? ഓക്കെ, പീസ് എഡ്യൂക്കേഷൻ, ഹ്യൂമൻ റൈറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. ഇതെല്ലാം ഈക്വൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം ഒന്നില്ലെങ്കിൽ വേറെ ഒന്നും ഉണ്ടാവില്ല. ദീസ് ഫോംസ് ഓഫ് എഡ്യൂക്കേഷൻ ഹെൽപ്പ് സ്റ്റോപ്പ് വയലൻസ് ആൻഡ് പ്രൊമോട്ട് ഹാർമണി. അല്ലെ, സമാധാനം പുലരുന്നതിനും വയലൻസ് സ്റ്റോപ്പ് ചെയ്യുന്നതിനും ഒക്കെ ഈ 3 തരത്തിലുള്ള എഡ്യൂക്കേഷനും ഇമ്പോർട്ടന്റ് ആണ്. പീസ് എഡ്യൂക്കേഷൻ, ഹ്യൂമൻ റൈറ്റ്സ് എഡ്യൂക്കേഷൻ ആൻഡ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ട്രെയിനിങ്. എഡ്യൂക്കേഷൻ മസ്റ്റ് സോ ദി സീഡ്സ് ഓഫ് പീസ് ഇൻ യങ് മൈൻഡ്സ്. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തന്നെ സമാധാനത്തിന്റെ വിത്തുകൾ യുവാക്കളിൽ, അല്ലെങ്കിൽ എന്താണ്, യുവതലമുറയിൽ പാകേണ്ടതാണ്. വാല്യൂസ് ലൈക്ക് ജസ്റ്റിസ്, റെസ്പെക്ട് ആൻഡ് ഈക്വാലിറ്റി ഷുഡ് ബി ടോട്ട് ഏർലി. വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ മൂല്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ലെറ്റ് us help the next generation learn how to live together peacefully. കാരണം അവരാണ് വരും തലമുറ. അവരെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കണം എങ്ങനെയാണ് സമൂഹത്തിൽ പീസ്ഫുൾ ആയിട്ട്, അല്ലെ, സമാധാനപരമായിട്ട് ജീവിക്കുക. അതിന്റെ ആവശ്യകതയെ പറ്റി ഒരു അവബോധം കുട്ടികൾക്ക് കൊടുക്കണം. As the UN says, human dignity and rights are the foundation of peace. അല്ലെ, എന്തൊക്കെയാണ് സമാധാനത്തിന്റെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ തറക്കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡിഗ്നിറ്റി, ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് റൈറ്റ്സ്, അല്ലെ, മനുഷ്യാവകാശങ്ങളും മനുഷ്യന്റെ ഡിഗ്നിറ്റിയും. അപ്പൊ ആ കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. എല്ലാവർക്കും ഇതുപോലെയുള്ള അവകാശങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അവകാശത്തിൽ കൈകടത്താതിരിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസോ അല്ലെങ്കിൽ കമന്റ്സോ ഉണ്ടെങ്കിൽ പ്ലീസ് കമന്റ്, അല്ലെ, അങ്ങനത്തെ കമന്റ്സ് ഒക്കെ നമുക്ക് അയക്കാവുന്നതാണ്. അതിനനുസരിച്ച് നമുക്ക് വി കൻ മോഡുലേറ്റ് അവർ ക്ലാസ്സസ്. Okay, thank you for listening once again.